ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി ചട്നിയാണ്. സവാള 4 എടുത്തിട്ടുണ്ട്, കറിവേപ്പിലയും കടുകും, എണ്ണ, കായപ്പൊടി, 3 തക്കാളി അരിഞ്ഞത്. അപ്പോൾ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് പോവാം വീഡിയോയിലേക്ക്. ആയിട്ടാണ് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു, കറിവേപ്പിലയും കടുകും. ഇത് വളരെ ടേസ്റ്റാണ് കേട്ടോ, കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. കടു നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഉള്ളി, തക്കാളി, കുറച്ചുപ്പ്, അതുപോലെ വഴറ്റിയെടുക്കണം. വെള്ളമൊന്നും ചേർക്കരുത്. ഈ എണ്ണയിൽ തന്നെ കിടന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ. രാവിലേക്ക് ദോശയ്ക്കായിരുന്നാലും ഇഡ്ഡലിക്കായിരുന്നാലും വളരെ ടേസ്റ്റാണ്. ഇതിൻ്റെ ഈ പച്ച മണമൊന്ന് മാറി കിട്ടണം, അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ജാറിലോട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചുപ്പിട്ട് നമ്മൾ അരിക്കാൻ ഇട്ടിട്ടുണ്ട്. അതും കുറച്ചുപ്പൂടെ വേണം. മുളക് പൊടി അത് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ, അത് ഓപ്ഷനാണ്. ഞാനൊരു കുറച്ച് മുളക് പൊടി ചേർത്തു, അത് ഓപ്ഷനാണ്. അടുത്തതായി നമ്മൾ ചേർക്കേണ്ടത് കായമാണ്. 1/2 ടീസ്പൂണോളം കായ ഇതിൽ ചേർക്കണം. ഇനി ഇതിനെ ഒന്ന് നന്നായിട്ട് അരച്ചിട്ട് വരാം. മുളക് കുറച്ച് ഞാൻ ഇട്ടതേ ഉള്ളൂ. ഇപ്പോൾ എരിവ് വേണമെന്നുള്ളവർക്ക് എരിവ് കൂട്ടിയിടാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.